Hello everyone, welcome to my home, my heaven. മക്കളുടെ സ്കൂളൊക്കെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഞാനും പതിയെ പതിയെ ആ ഒരു പഴയ റുട്ടീനിലേക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് കുക്കിംഗ് തന്നെയാണ്. രാവിലെ വളരെ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ലഞ്ച് ബോക്സും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ മാക്സിമം ആ ഒരു വീക്കിൽ കിച്ചൺ റുട്ടീൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. രാവിലെ തന്നെ മക്കളെ സ്കൂളിലേക്കൊക്കെ വിട്ടതിന് ശേഷം ഒരു 9 മണിക്ക് ശേഷമൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ലഞ്ചിനുള്ള കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് സാധാരണ. അപ്പോൾ ആദ്യം തന്നെ എപ്പോഴും ചെയ്യാറുള്ളത് ഒരു പാർട്ടായിട്ടാണ് കേട്ടോ കുക്കിംഗ് എപ്പോഴും ഞാൻ ചെയ്യാറുള്ളത്. കാരണം ആദ്യം കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കും. സ്വാഭാവികമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നീറ്റാക്കിയിട്ട് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പാർട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ലഞ്ച് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് തോരന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചീരക്കറിക്കുള്ള ചീര കട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ കുറച്ച് സോയാബീനും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു വെജിറ്റേറിയൻ ലഞ്ചാണ്. അപ്പോൾ നമ്മൾ കിച്ചണ് എല്ലാം കൂടെ ഒരേ സമയം പിന്നെ കട്ടിങ്ങും കുക്കിങ്ങും ഒക്കെ പാട് ചെയ്യുന്ന സമയത്ത് കിച്ചൺ ആകെ അലങ്കോലാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് നമ്മുടെ കുക്കിംഗ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാനിത് ഇവിടെ ആദ്യം എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ക്യാബേജ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്ന് തിരുമ്മി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിലെ വെള്ളം നന്നായിട്ടൊന്ന് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. കാരണം ക്യാബേജ് വെക്കുമ്പോൾ എപ്പോഴും വെള്ളം പോലെ വെക്കുന്നത് ഇവിടെ പൊതുവേ ഇഷ്ടമല്ല. അത് കാരണം അത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് സോയാബീൻ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് കറിയുടെ പാർട്ടാണ്. കറിയുടെ പാർട്ടിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് ഇട്ടിട്ടുള്ള ഒരു ചീരക്കറിയാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് വേവിക്കാൻ വെക്കുമ്പോൾ കുറച്ച് അധികം പരിപ്പ് വേവിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ നെക്സ്റ്റ് ഡേ സാമ്പാർ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പിറ്റേ ദിവസം പരിപ്പ് ഇട്ടിട്ടുള്ള ഒരു കറി തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 3 ദിവസത്തേക്കും കൂടെയുള്ള പരിപ്പ് ഇന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്നിച്ചിട്ട് വേവിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ് ചിലവാക്കണ്ട, അതിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കണ്ട, അങ്ങനെയൊന്നും ചെയ്യണ്ട. അപ്പോൾ ഒരു 3 ദിവസത്തേക്കൊക്കെ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കുക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അത് കുക്കറിൽ വെച്ചതിന് ശേഷം ഞാൻ സോയാബീനും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആവുന്ന സമയം കൊണ്ട് തന്നെ ചീരക്കറിക്കുള്ള തേങ്ങ കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. തേങ്ങയും കുറച്ച് ജീരകവും പച്ചമുളകും കൂടെ ചേർത്താണ് കേട്ടോ അരയ്ക്കുന്നത്. ചില ദിവസങ്ങളിൽ ഈ അരപ്പ് അതേ കുറച്ച് അധികം അരച്ച് വെക്കും പിറ്റേ ദിവസത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ. പക്ഷെ നാളെ ഇപ്പോൾ സാമ്പാറാണ് മെനുവിലുള്ളത് കൊണ്ട് പിന്നെ ഈ ഒരു അരപ്പിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ അപ്പോഴത്തേക്ക് ഇതേ പരിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. പരിപ്പ് റെഡി ആയതോടുകൂടി തന്നെ ചോറും കൂടെ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. സോയാബീനൊക്കെ വെന്ത് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ അതിൽ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ വേവിച്ച് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുള്ള സോയാബീനിന് കുറച്ച് ഞാൻ ഒരു ബോക്സിൽ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ മോന് ലഞ്ച് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സോയാബീനാണ്. അപ്പോൾ ലഞ്ച് എന്ന് പറയുമ്പോൾ അവന് മാത്രമുള്ളതാണ് കൊടുത്തു വിടാറുള്ളത്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി. അപ്പോൾ അത് രാവിലെ നമ്മൾ സെപ്പറേറ്റ് വേവിക്കാൻ ടൈം കളയുന്നതിന് പകരം ഇന്ന് ഈ വേവിക്കുന്നതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് സോയാബീന് വേണ്ടിയിട്ടുള്ള പിന്നെ ഒണിയനും ടൊമാറ്റോയും ഒക്കെ കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ തലേന്ന് തന്നെ കഴുകി ഒക്കെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ റെഡിയാക്കി വെക്കും. അപ്പോൾ പെട്ടെന്ന് എടുത്ത് കട്ട് ചെയ്താൽ മാത്രം മതി. അത് ഈ സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ച പരിപ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന്ന് കുറച്ച് ഞാൻ നെക്സ്റ്റ് 2 ദിവസത്തേക്കുള്ള കറിക്ക് വേണം പറഞ്ഞല്ലോ, അത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി ചീരക്കറിക്കുള്ളത് ആ പാത്രത്തിൽ ഒഴിക്കുന്നുണ്ട്. ഇത് ഇനി നമ്മൾ നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ ചീരക്കറിക്കുള്ളത് ഞാനിത് ഈ ഒരു ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്.
ഇപ്പുറത്ത് ഞാൻ സോയാബീനും ഉണ്ടാക്കിയെടുക്കുകയാണ്. സോയാബീൻ ഞാൻ ജസ്റ്റ് ഉള്ളിയും തക്കാളിയും ഒന്ന് വഴറ്റിയിട്ടിട്ടുണ്ട്. അതിലേക്ക് സോയാബീനും പിന്നെ അതിനുള്ള പൊടികളും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയോ അല്ലെങ്കിൽ ഫിഷ് മസാലയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. കറിക്കുള്ള പരിപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ചീരയും കൂടെ ഇട്ടിട്ട് വെന്ത് കഴിഞ്ഞിട്ട് അരപ്പ് കൂടെ ചേർത്ത് ചീര കൂട്ടാൻ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അതിനൊപ്പം തന്നെ സോയാബീനും റെഡി ആയിട്ടുണ്ട്. ഇതിനി വേണമെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു പരുവത്തിലാണത് നിർത്തുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ തൂളിച്ചിട്ട് ഇത് അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഇതും റെഡിയായി, കറിയും റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജിലെ വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തതിന് ശേഷം കടുകും ഉഴുന്നുപരിപ്പും ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ക്യാബേജും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. കുക്കായി കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ ചിരവി ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ തോരനും റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഈ ഒരു ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അടുത്ത 2 ദിവസത്തേക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ഐറ്റം റെഡിയായി. ഒപ്പം തന്നെ നെക്സ്റ്റ് ഡേ മോന് കൊടുത്ത് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടുള്ള ഐറ്റവും ഇതിൻ്റെ ഒപ്പം തന്നെ റെഡിയാക്കി എടുത്തു. ഇനി ഇത് തണുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാവുമല്ലോ. ചെറിയ ഉള്ളി നേരാക്കി വെക്കുക, അതേപോലെ തന്നെ വെളുത്തുള്ളി നേരാക്കി വെക്കുക. ഇതും കൂടെ നമ്മൾ ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസങ്ങളിൽ നമുക്ക് രാവിലെ ഒരുപാട് സമയമൊന്നും കിച്ചണിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. വല്ലാതെ ടെൻഷൻ അടിക്കാണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കുക്കിംഗ് ചെയ്യാനും പറ്റും. പിന്നിപ്പോൾ ഈ ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇന്ന് ഞാൻ മോന് കൊടുത്തു വിട്ടത് റൈസാണ് കേട്ടോ. ബസ്മതി റൈസ് എന്തെങ്കിലും ആ ഒരു ടൈപ്പ് റൈസാണ് എന്നും കൊടുത്തു വിടുക. അതിൽ ഫ്രൈഡ് റൈസോ പുലാവോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഞാൻ കൊടുത്ത് ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയപ്പോൾ കുറച്ചധികം റൈസ് ഉണ്ടാക്കിയിട്ട് അതും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3 ദിവസത്തേക്ക് അവന് കൊടുത്തു വിടാനുള്ളത് ഉണ്ടാവും. പിന്നെ ഓരോ ദിവസം മാറ്റിയിട്ട് ഒരു ദിവസം പുലാവ്, ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ വെജിറ്റബിൾ ബിരിയാണി അങ്ങനെയൊക്കെ ഇതിൽ നിന്ന് കുറച്ച് റൈസ് എടുത്തിട്ട് ഉണ്ടാക്കും. റൈസ് ഓൾറെഡി വേവിച്ച് വെച്ചു, ഇനി രാവിലെ ജസ്റ്റ് അത് ഉണ്ടാക്കുക വേണ്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ പിന്നെ എൻ്റെ ഒരു രാവിലത്തെ കിച്ചൺ റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകളൊക്കെ ചെയ്യാറ്. ഇതിങ്ങനെ മാറി മാറി വരും. നമ്മുടെ മെനുവിൽ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് മാറി മാറി വരും. പക്ഷേ പൊതുവെ മീൽ പ്രിപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വീക്കെൻഡിൽ കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഒരു മീൽ പ്രിപ്പും മീൽ പ്ലാനിങ് ഒന്നും ചെയ്യാൻ വലിയ താല്പര്യമോ അല്ലെങ്കിൽ സമയമോ ഒന്നും ഇല്ലാത്തവർക്ക് ഈ രീതിയിൽ നമ്മൾ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം തന്നെ നമ്മൾ എന്തായാലും കുക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നെക്സ്റ്റ് 2 ദിവസത്തേക്കുള്ള ഒരു പ്ലാനിങ്ങും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ രീതിയിൽ കുറച്ചധികം കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമൊന്നും മാറ്റി വെക്കാണ്ട് തന്നെ നമ്മുടെ കിച്ചൺ റുട്ടീൻ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ആണ് ഞാൻ ഫോളോ ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ എനിക്ക് പറ്റുന്ന സമയങ്ങളിൽ സൺഡേസിലൊക്കെ മാക്സിമം പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ കിച്ചൺ റുട്ടീൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയൊക്കെ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ലഞ്ചും റെഡിയായി കഴിഞ്ഞു, കിച്ചണിലെ ക്ലീനിങ്ങും കഴിഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ അടുത്ത 2 ദിവസത്തെ കിച്ചണിലെ കുറച്ച് ടെൻഷനും കുറഞ്ഞു. ഈ ഒരു സമയം കൊണ്ട് തന്നെ എല്ലാം ഒപ്പം തന്നെ നമുക്ക് ചെയ്ത് തീർക്കാനും വേണ്ടിയിട്ട് പറ്റി.
അപ്പോൾ ഇന്ന് ഈ ഷെയർ ചെയ്ത ഈ ഐഡിയാസൊക്കെ ചിലരിൽ നിങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ ചെയ്യാത്തവർ ഇതുപോലെയുള്ള ഒരു ഐഡിയ ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. തീർച്ചയായിട്ടും നമ്മുടെ രാവിലത്തെ നമ്മുടെ കിച്ചണിലെ ആ റഷ് നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.